ഇവിടെയാണ് നമ്മുടെ പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസറെ കാണാനാണോ നമ്മൾ പോകുന്നത്? പിന്നല്ലാതെ ഒരു പ്രൊഡ്യൂസർക്ക് വേണ്ടി മറ്റാരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചെന്നിരിക്കും. ഈ കുപ്പിച്ചിലുള്ള വഴി ഒഴിവാക്കായിരുന്നു. ഫാക്ടറി പിന്നെ അതെ, സ്ക്രിപ്റ്റ് എടുത്തിട്ടില്ല. സ്ക്രിപ്റ്റോ? ആർക്ക് വേണം സ്ക്രിപ്റ്റ്? അതൊന്നും അയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ കുഴപ്പമില്ല. അതെ, നമ്മുടെ ഒരു ഫാമിലി സബ്ജക്റ്റ് ആട്ടോ, ഈ സെറ്റപ്പിന് പറ്റിയതല്ല. എൻ്റെ പ്രിയ, ഫാമിലി ആയാലും കോമഡി ആയാലും അയാൾക്ക് മനസ്സിലാവില്ല. ഹീറോ മമ്മൂട്ടി ആവണം, അത്ര മാത്രം. മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ ബജറ്റ് ഒരുപാടാവത്തില്ലേ? ആവുന്നേ. പക്ഷേ ഈ കെട്ടിക്കിടക്കണ മുഴുവൻ കാശാ. ഈ കാശുള്ള ആളുണ്ടല്ലോ, മമ്മൂട്ടി പടം പുല്ല് പോലെ എടുക്കും. ദൂർത്തടിക്കാനുള്ള കാശ് അയാളുടെ കയ്യിലുണ്ട്. കുപ്പിരാജനെ നമ്മൾ കുപ്പിയിലാക്കും. എത്ര കുപ്പിയാണ് നീ പൊട്ടിക്കണത്? അതാണ് ഞാൻ പറഞ്ഞ ആള്, കുപ്പിരാജൻ. ഇപ്പൊ ഒരു കുപ്പിക്ക് എത്ര രൂപ എന്നറിയാമോ? 2 രൂപ. 2 2 4 4 രൂപ കട്ട് ചെയ്യും നിന്റെ ശമ്പളത്തിൽ നിന്ന്. ക്യാഷ് അയച്ചൊന്നുമില്ല, ശമ്പളം തരുമ്പോ 4 രൂപ കുറയും, അത്രേ ഉള്ളൂ. തങ്കം പോലത്തെ കുപ്പിയായിരുന്നു രാജേട്ടാ, നോക്കണേ. കമലാസ ചേർന്നെടുത്തടാ. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കും. എന്നാ വേണ്ടടാ. ഇത് സംവിധായകൻ ജോമോൻ. ഇത് എഴുത്തുകാരൻ പ്രിയൻ. ഹോമിയോ ഡോക്ടറും കൂടി ആണേ. ഹോമിയോ ആയാലും ഒറ്റമൂലി ആയാലും മമ്മൂക്ക ആയിരിക്കണം ഹീറോ. ഞാൻ പറഞ്ഞില്ലേ. എന്തുകൊണ്ടാണ് മമ്മൂക്കാനെ വെച്ച് ഇങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം? അതൊരു കഥയാണ്. അതായത് ഞാൻ പണ്ട് വഴിയിൽ ബീറും കുപ്പി പെറുക്കി വിറ്റിരുന്ന കാലം. അപ്പോഴാണ് മട്ടാഞ്ചേരിയിൽ മമ്മൂക്കയുടെ പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. ഞാനും എൻ്റെ കൂട്ടുകാരനും മമ്മൂക്കാനെ കാണാൻ വേണ്ടി പോയി. അവൻ്റെ ഒരു ക്യാമറയുണ്ട്, പഴയ ക്യാമറ ചെറുത്. മമ്മൂക്കയുടെ അടുത്ത് ചെന്നൊരു ഫോട്ടോ എടുക്കാന്ന് കരുതി ഞങ്ങൾ അവിടെ ചെന്ന് മമ്മൂക്കാനോട് ചോദിച്ചു, മമ്മക്ക് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. മമ്മൂക്ക ഉടനെ എൻ്റെ തോളെ കൈയിട്ട് എടുത്തോ ഫോട്ടോ എന്ന് പറഞ്ഞു. എൻ്റെ കൂട്ടുകാരെ പടാന്ന് പറഞ്ഞ 5-6 ഫോട്ടോകൾ എടുത്ത്. അയ്യോ, പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പോഴാണ് അബദ്ധം മനസ്സിലായത്. എന്തു പറ്റി? അതായത് ഈ ക്യാമറയിൽ ഫിലിം ഇടാൻ മറന്നുപോയി. ഫിലിമിന്റെ വിട്ടു ഇവന്റെ പോക്കറ്റിൽ കിടന്നു വെച്ചു. അല്ല, ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി മമ്മൂക്കാനെ വെച്ചൊരു പടം എടുക്കാന്ന് പറഞ്ഞ ഒരു കോസ്റ്റ്ലി കാര്യമല്ലേ അല്ലേ? പ്രിയ, അതാണ് രാജേട്ടൻ. കോടീശ്വരനാണെങ്കിൽ അതിന്റെ ഒരു അഹങ്കാരമില്ല. അങ്ങനെ എൻ്റെ കോടിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. അയ്യോ, മനസ്സിലായില്ലേ? അപ്പൊ എന്നെ നാട്ടുകാരെ വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാ കുപ്പിരാജൻ. അതൊന്ന് മാറ്റി പ്രൊഡ്യൂസർ രാജൻ എന്ന് അവരെ കൊണ്ട് വിളിപ്പിക്കണം. വിളിപ്പിച്ചിരിക്കും, കുളിപ്പിച്ചിരുത്തരുത് കേട്ടാ. ചേട്ടാ, എന്നാ പിന്നെ കഥയൊന്ന് പറയട്ടെ. എന്തിന്? മമ്മൂക്ക ഇരിക്കുന്ന ഹീറോ, പിന്നെ ക്യാമറയിൽ ഫിലിം ഇടാനും മറക്കരുത്. അതൊക്കെ ഇട്ടോളൂ. നീ ഇനി സിനിമയിലൊക്കെ ഇറങ്ങി കയ്യിലുള്ള കാശൊന്നും കളയാനൊന്നും നിക്കണ്ട. ഉള്ളതുകൊണ്ടൊക്കെ ജീവിച്ചാ. അമ്മ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ കാശ് ഇങ്ങോട്ടേക്ക് കിട്ടുന്നത്. ഇവിടെ ഇപ്പൊ അതിന്റെ ഒരു കുറവുണ്ട്. എടാ പ്രിയ, നിന്റെ ഹോമിയോ കൊണ്ട് വാഴയുടെ കൂമ്പടപ്പെല്ലാം മാറി. നല്ല എഫക്റ്റാ. അച്ഛന്റെ കാലം എങ്ങനെയുണ്ട്? അതൊന്നും പറയണ്ട. ഇവിടെ ഒരുത്തിയെ ഞാൻ കുഴമ്പ് വാങ്ങിക്കാൻ പറഞ്ഞു വിട്ട്. അപ്പൊ അവള് ഓടിച്ചെന്ന് കയറിയതേ തൊട്ടപ്പുറത്തുള്ള ബാറില്. ഇപ്പൊ അപ്പുറത്തെ രാഘവനാര് ചോദിക്കാ, ടീച്ചറിനെ വിട്ടാണോ സ്മോള് വാങ്ങിക്കണേന്ന്. ഒരബദ്ധം പറ്റിയിട്ടില്ലാത്ത ഒരാള്. അത് വേറെ എന്തെങ്കിലും ചിന്തിച്ച് അറിയാതെ ഓടിക്കേറിയായിരിക്കും അച്ഛാ. ആ വെപ്രാള സ്വഭാവം തന്നെ നിനക്കും കിട്ടിയിട്ടുണ്ട്. നീ വരുമ്പോ നീനെ മോളെയും കൊണ്ടുവരായിരുന്നില്ലേ? അമ്മ, അവക്ക് ഈ പശുവിന്റെ മൈക്കോന്റെ സ്മെൽ അലർജിയാണ്. അതെന്താടാ, അവളും പശുവും പാല് കുടിച്ചല്ലേ വളർന്നത്? ഓരോരോ പരിഷ്കാരങ്ങളുണ്ടാകും. നീ പറയുന്ന കേട്ട് ഫ്ലാറ്റിലേക്ക് വരാൻ ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഒന്ന് സമ്മതിപ്പിച്ചത്. ഇനിയിപ്പൊ ഇതും പറഞ്ഞ് വരാതാവും. അടുത്ത മഴയ്ക്ക് ഇവിടെ വെള്ളം കയറിയാലുണ്ടല്ലോ, അവിടെ സ്ഥിരതാമസാക്കേ നിവൃത്തിയുള്ളൂ. നിങ്ങൾക്ക് എന്നാ അങ്ങോട്ടേക്ക് വരാൻ സൗകര്യം? ഫ്ലാറ്റിലോട്ട് വരാൻ 13-ാം തീയതി നല്ല ദിവസം എന്ന് തിരുമേനി പറഞ്ഞു. 13ഓ? അതെന്താ നിനക്ക് 13 പ്രശ്നം? ഇല്ല, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ രാവിലെ തന്നെ വന്ന് പിക്ക് ചെയ്തോളാം. ആ ഡിക്കി ഒന്ന് തുറന്നേടാ. ഇതെന്തോന്നാടാ, സൂപ്പർ മാർക്കറ്റ്? അല്ല, കുറച്ച് അത്യാവശ്യ സാധനം. രാസഫലമില്ലാത്ത കൊലയാ, കൊണ്ടുപോയി പിള്ളേർക്ക് കൊടു. അപ്പൊ ചായങ്ങ വെച്ച് കുടിച്ചില്ലല്ലോ. മതി, പോയിട്ടരാ. ചേക്കുട്ടനവിടെ? അവിടെ ഉണ്ട്. നീ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ട് അവൻ രക്ഷപ്പെട്ടാ? എടാ, നീ അല്ലാതെ വേറെ ആരെങ്കിലും അവനെ ഇങ്ങനെ നോക്കോടാ? അല്ല, അത് മണിമാൻ മരിക്കുന്നതിന് മുമ്പ് കൂട്ടേനെ നമ്മൾ സൂക്ഷിക്കണം എന്നല്ലേ പറഞ്ഞേ? എടാ, സൂക്ഷിച്ചോണോന്നല്ല, സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ജോലി കിട്ടി ആൾക്ക് ഉത്തരവാദിത്വമൊക്കെ ആള് നന്നായി. പൊളിക്കോ ഇത്? ഒന്ന് പറഞ്ഞേ. ഞാനോ? പെട്രോൾ അടിക്കണേ മതി.
എന്നെ പണിക്ക് നിർത്തിയിട്ട് ഇയാൾ വീട്ടിൽ പോകുന്ന എന്ത് ജോലിക്ക് ഒരു സമയമുണ്ടല്ലോ, എനിക്കത് കൃത്യമായിട്ട് അറിയണം. ഡേ വർക്കിംഗ് ടൈം അല്ലാതെ ഈ ഫ്ലെക്സിബിൾ എന്ന പരിപാടി നടക്കില്ല. ഹലോ, ഇവിടെ ഇങ്ങനെയാണ്. അതിനൊക്കെയാണ് നിനക്ക് ഈ അക്കോമഡേഷനും ഫെസിലിറ്റീസും ഒക്കെ തന്നിരിക്കുന്നത്, മനസ്സിലായോ? പിന്നെ ഫെസിലിറ്റീസ് ഈ തീപ്പെട്ടിക്കൂട്ട് സെറ്റപ്പിൽ തിങ്ങി ഞെരുങ്ങി ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല പോയി. ഓ, തമ്പുരാനെ ഞാൻ അങ്ങോട്ട് വന്ന് ക്ഷണിച്ചൊന്നും അല്ലല്ലോ. ആ ഡോക്ടർ പ്രിയൻ എൻ്റെ ഒരു കൂട്ടുകാരനായി പോയി. തനിക്കേ സൗകര്യമുണ്ടെങ്കിൽ മാത്രം ഇവിടെ വർക്ക് ചെയ്താൽ മതി, മനസ്സിലായോ? അതെല്ലാം ഞാൻ എപ്പോഴാണ് തീരുമാനിച്ച്. പിന്നെ ഒരു കാര്യം, ചൂഷണം എല്ലാ കാലം നടക്കുമെന്ന് ഇയാളെ വ്യാമോഹിക്കുന്നു. നിന്ന് ഡയലോഗ് അടിക്കാതെ ഇറങ്ങി പോടാ. ഓ പോടാന്നാ ആ പോടാ. മുതലാളി തൊഴിലാളീനെ ഇടാന്നാ. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വിളിച്ചോക്കടോ. എടാ ഇറങ്ങി പോടാ. എൻ്റെ കേസൊന്നും ഞാൻ അറിയുന്നിട്ടില്ല. കാര്യം അറിഞ്ഞിട്ട് ചെയ്യാന്ന് കരുതിയാ നിങ്ങളെ വിളിപ്പിച്ച. ആദ്യം തീവ്രവാദിയാന്നാ കരുതിയ, പിന്നെ ഞാൻ ചോദിച്ചപ്പം നിങ്ങളുടെ ബ്രദറാന്ന് പറഞ്ഞു. എൻ്റെ കസിനാണ് സർ. അതെ, ഈ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ആളെ വീട്ടിലിരുത്തണം, അല്ലാതെ നാട്ടുകാർക്കും പോലീസുകാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പുറത്തേക്ക് ഇറക്കി വിടരുത്. ആർക്കാണ് സാർ തലയ്ക്ക് സ്ഥിരതയില്ലാത്തത്? സാർ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്ന് സാർ പറയണം. സാർ ഒരു കാര്യം ചെയ്യൂ, എൻ്റെ പേര് കേസ് രജിസ്റ്റർ ചെയ്യും, ഞാൻ കോടതി വായിച്ചോളാം. ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്ന് എനിക്കറിയണം. ദാറ്റ്സ് ഓൾ. ആ കണ്ടോ, ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ പ്രശ്നം. ഒരു മിനിറ്റ്, ചേട്ടൻ വന്നേ. എന്നെ അറസ്റ്റ് ചെയ്യാൻ പറയും, ഞാൻ കോടതി വായിച്ചോളാം. ചേട്ടൻ ഇവിടെ ഇരുന്നേ. സാർ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാൻ ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ താങ്കളുടെ ഉത്തരവാദിത്തത്തിന് ഞാൻ വിടാം. ആ അഡ്രസ്സും എല്ലാ കാര്യങ്ങളും ഒന്ന് എഴുതി കൊടുക്കും. മറ്റേ സാധനത്തിന് കൊണ്ട് വിട്ടുപോയിക്കേ. പ്രിയൻ സാർ വന്നു, നീ ഇങ്ങോട്ട് വന്നേ. അതെടുത്തു എടുത്തു. നല്ല വിശപ്പ്, കുഴിമന്തി കിട്ടുമോ? ബ്രേക്ക്ഫാസ്റ്റിനോ? എന്താ കുഴപ്പം? സാറേ സാറേ, എന്റെ കാര്യം. ഏത് കാര്യം? അല്ല, ഇവളുടെ കാര്യം. ഇവളുടെ എന്ത് കാര്യം? ഇവൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട്? അല്ല, സാറ് സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതുന്നു കേട്ടു. ആര് പറഞ്ഞു? നമ്മുടെ പ്രിൻസ് പറഞ്ഞു. സാറേ എന്തേലും ഒന്ന്. എടി നീ ഇതല്ലോടാ തടിൻ്റെ ഉള്ളിലോട്ട് കൊടുത്തേ. എന്നിട്ട് ഫോൺ ചെയ്ത് വെച്ചേക്കുന്നൊക്കെ ഒന്ന് കാണിച്ചേ സാറിനെ. എന്താണത്? നീ നാടകത്തിലല്ലേ എഴുതിക്കൊണ്ടിരുന്നത്? സിനിമയ്ക്ക്. സിനിമയില്ലേ? പക്ഷേ തനിക്ക് കിട്ടിയ സൗഭാഗ്യത്തെ പറ്റി പറഞ്ഞ് നാദിരി എന്നെ കളിയാക്കിയപ്പോ അതാണ് എന്നെ ഭ്രാന്തിയാക്കിയത്, എന്നെ ദുഷ്ടയാക്കിയത്. യാ അല്ലാ. എങ്ങനെയുണ്ട്? നല്ലല്ലേ? എപ്പോഴും തന്നെ പരിപാടി. ഇവക്കൊരു ചാൻസ് കൊടുക്കണേ സാറേ. എന്തെങ്കിലും ചെയ്യാം, നമുക്ക് മറക്കല്ലേ. എന്തിന്? ഈ കൊച്ചിന്റെ മൊത്തം വരുന്നില്ല ഏട്ടാ. ചേട്ടാ വേറെ എന്തെങ്കിലും പണിക്ക് വെച്ചാ ആരെങ്കിലും അഭിനയിക്കുക, അതിനനുസരിച്ച് ചുണ്ടാക്കുക. ഇതെന്റെ ഒരു ഇതാണോ ബന്ധു. അവര്? ഓ ഞാനോ. വാ വാട്ടാ കുഴിമന്തി മേടിച്ചാൽ.